ചേട്ടാ നമസ്കാരം. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് വഴിയൊരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പൊ പല ഭാഗത്തു നിന്നും പുറത്തു വരുന്നത്. അമേരിക്ക അടക്കം ഒരു വലിയ സൂചന ഇതേ തുടർന്ന് നൽകി കഴിഞ്ഞു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ആ ഒരു ശത്രുത അതിനെ ആക്കം കൂട്ടാനായിട്ട് ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന ഹമാസിന്റെ പൊളിറ്റിക്കൽ ചീഫിനെ ഇറാനിൽ കയറി ഇസ്രായേൽ വധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതോടുകൂടി പശ്ചിമേഷ്യ ആകപ്പാടെ കലാപ കലുഷിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനെ ഇറാൻ വളഞ്ഞു കഴിഞ്ഞു. നമ്മുടെ പലസ്തീനിൽ നിന്ന് ഹമാസും ഇസ്ലാമിക് ജിഹാദും, യമനിലെ ഹൂതികൾ, സിറിയയിൽ നിന്നുള്ള ഹിസ്ബുള്ള ഭീകരർ, അത് കഴിഞ്ഞ് ഇറാനും ചുറ്റും വലിയൊരു വാർ ഫ്രണ്ട് തന്നെയാണ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ബിച്ചേട്ടൻ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് ഇറാൻ ഇത് രണ്ട് മൂന്ന് മിസൈലുകൾ അയച്ച് പ്രതിരോധിക്കും, ഇസ്രായേൽ അതിനെ പ്രതിരോധിക്കും, അതോടുകൂടി ഈ പ്രശ്നം തീരുന്നു. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോ ഹമാസ് നേതാവിനെ കൊന്ന സാഹചര്യത്തിൽ ലെബനൻ വിടാനായിട്ട് ബ്രിട്ടനും നമ്മുടെ അമേരിക്കയും പൗരന്മാർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. യുദ്ധം വരാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം ലെബനൻ വിടണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പോരാത്തതിന് അമേരിക്കൻ പൗരന്മാര് ലഭ്യമായിട്ടുള്ള വിമാനങ്ങളിൽ വരണം എന്നും ഇസ്രായേൽ സന്ദർശനം ഒഴിവാക്കണമെന്ന് ജോർദാനും കാനഡയും പറയുന്ന ഒരു സാഹചര്യം പൗരന്മാരോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതേസമയം ലബനനിലെ ജനങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന വലിയ രീതിയിലുള്ള ആക്രമണം പല രാജ്യങ്ങളും അപലപിച്ച് രംഗത്തെത്തുന്നുണ്ട്. സുരക്ഷയും പ്രതിരോധവും ഉറപ്പാക്കുമെന്ന്, അതായത് സംഘർഷ സാധ്യതാ മേഖലകളിൽ സുരക്ഷയും പ്രതിരോധവും ഉറപ്പാക്കുമെന്ന് US പറഞ്ഞിട്ടുണ്ട്. പോരാത്തതിന് ഈ US സൈനിക ആസ്ഥാനമായ പെന്റഗൺ യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും അവിടെ വിന്യസിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ഒരു പരിണിത ഫലം? ഈ ലെബനൻ നിന്ന് ഇന്ത്യൻ പൗരന്മാർ പോകാൻ ആദ്യം നമ്മുടെ പൗരന്മാരെ ആദ്യം അവിടുന്ന് ഒഴിഞ്ഞു പോകണം, അല്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടണം, നിങ്ങൾ എത്രയും പെട്ടെന്ന് എംബസിയുമായി ബന്ധപ്പെടണം എന്ന് പറഞ്ഞ ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. നമ്മളിപ്പോ ഈ മാസം 8-ാം തീയതി വരെ ടെലവീവിലേക്കുള്ള വിമാന സർവീസുകളൊക്കെ നിർത്തിവെച്ചു. ലെബനൻ ഇത് പുതിയൊരു സംഭവമൊന്നുമല്ല. അവിടെ ഈ അടിക്കടി സ്ഫോടനങ്ങളും സംഘർഷവും നടക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അവിടെ പോകുന്ന യൂറോപ്യൻ കൺട്രീസ് ഉള്ളവരടക്കമുള്ള വിദേശികൾക്ക് ആ രാജ്യം തന്നെ ഈ അങ്ങോട്ടേക്ക് പോകാനുള്ള പെർമിഷൻ കൊടുക്കുമ്പോൾ ചില കാര്യങ്ങൾ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അവിടെ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം, അതായത് സമാധാനം നോർമലി ഇരിക്കുമ്പോൾ പോലും അങ്ങനത്തെ നിർദ്ദേശം കൊടുക്കുന്നു. ഈ അപ്പോ അവിടെ ഈ ലെബനനിലൊക്കെ ഒരു പ്രശ്നം, ഈ യമനും ഒക്കെ ഉള്ള അങ്ങനെയുള്ള രാജ്യങ്ങളുടെ ഒരു പ്രധാന പ്രശ്നം അവിടെ ഈ പ്രാദേശികമായിട്ടുള്ള ഈ ഭീകരവാദികളുടെ കയ്യിലാണ് ഓരോ ഏരിയ. അവര് ഒരു ടെറിട്ടറി അവരിങ്ങനെ വളഞ്ഞെടുത്തിട്ട് അവിടെയാണ് അവരുടേതായ ഒരു രീതിയിലേക്കാണ് മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സ്ട്രിക്റ്റ് ആയിട്ട് നിയമവാഴ്ചയോ ഒന്നും സംഭവിക്കാത്ത രാജ്യങ്ങളാണ്. അവിടെയാണ് ഹിസ്ബുള്ള പോലെയുള്ള സംഘടനകൾ അവിടെ പിടിമുറുക്കുന്നതും അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഭരണാധികാരികളുടെ ഒരു ഭാഗം അങ്ങനെ ഒരു പുതിയായിട്ട് കേട്ടത് കഴിഞ്ഞാൽ അവർ അത് മുഴുവൻ കൈകടക്കും, അല്ലെങ്കിൽ അവർ ഒരു ഭരണത്തിലേക്ക് എത്തുമെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു മുമ്പ് വാർത്ത. പക്ഷെ അങ്ങനെയുള്ള ഒരു രീതിയാണ് ലെബനനിലുള്ളത്. അപ്പൊ ലെബനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈജിപ്തിനോട് ചുറ്റു കിടക്കുന്ന രാജ്യങ്ങളും ഒക്കെ എപ്പോഴും ഇതേ കണക്ക് ഒരു വർഷത്തിൽ 2-3 അടിയും പിടിയും ഉള്ള ഒരു സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പൊ അവിടുന്ന് എത്രയും പെട്ടെന്ന് ഈ രക്ഷ ഇപ്പൊ ഈ അടുത്ത് ഈ ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പൊ ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ പൗരന്മാർ അവിടെ നിന്ന് രക്ഷപ്പെടും. കാരണം അവിടെയും വലിയ കലുഷിതമായ അന്തരീക്ഷമാണ്. ഈ ഇസ്രായേലിന്റെ ഈ ഇറാൻ ടെൻഷൻ തുടങ്ങിയ ആ സമയത്ത് തന്നെ ആദ്യം പറഞ്ഞ രാജ്യം ഇന്ത്യയാണ്. അതിനുശേഷമാണ് അമേരിക്കൻ പൗരന്മാരിലോട്ട് അവിടുന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞു. കാരണം ഈ ഭയങ്കര ഒരു ഇത് രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യൂ എന്നാണ് അമേരിക്ക പോലും പറഞ്ഞത്. കാരണം അവിടുന്ന് ഈ രക്ഷപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളത് നോക്കിയിരിക്കരുത്, രക്ഷപ്പെടുക. കാരണം ചില കൂടുതലും ഇസ്രായേൽ ഈ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്നത് ഈ ലെബനനിലെ ഈ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തന്നെയാണ്. കാരണം അവരെ സംബന്ധിച്ച് പറഞ്ഞെങ്കിൽ അവർക്ക് 2 ശത്രുക്കളെയാണ് നേരിടുന്നത്. അവർക്ക് ഇറാന്റെ വിഷയമല്ല, ഇറാന്റെ ഒക്കെ ഒരുപക്ഷെ നയതന്ത്ര തലത്തിലോ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലിലോ മറ്റു രാജ്യങ്ങളുടെ ഇടപെടലിലോ ഒക്കെ അത് അവസാനിക്കും എന്നൊരു ഇതുണ്ട് നമുക്ക്. പക്ഷെ ഈ ഹിസ്ബുള്ള പോലെ അല്ലെങ്കിൽ ഹമാസ് പോലുള്ള തീവ്രവാദ സംഘടനകളുമായിട്ട് സന്ധി ചെയ്യുക അത്ര എളുപ്പമുള്ള കാര്യം. അപ്പൊ അവരെ പരമാവധി ഒതുക്കുക എന്നുള്ളതിലാണ് ഇസ്രായേൽ അവരുടെ പ്രധാന ടാർഗറ്റ്. അതാണ് ഹമാസിനെ പൂർണ്ണമായി അടിച്ചൊതുക്കുക, അതേപോലെ ഹിസ്ബുള്ളയെ പൂർണ്ണമായി. കാരണം അപ്പൊ പിന്നെ ഇവർക്ക് ഈ അടിക്കടി ഉണ്ടാകുന്ന ആക്രമണം ഉണ്ടാകില്ല. 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായാലും ആക്രമണമായാലും ഒക്കെ അത് ഒരുപാട് തലങ്ങളിൽ ആലോചിച്ചും അതിന്റെ ഇടയിൽ അനുരഞ്ജനത്തിന് ഇപ്പൊ ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാ, ജോർദാന്റെ ലെബനന്റെ ഒക്കെ വിദേശകാര്യ മന്ത്രിമാർ ഇറാനിൽ പോവുകയും അവിടെ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു അവിടെ. പക്ഷെ ഈ മറ്റേ കേസിൽ അത് നടക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ ഹിസ്ബുള്ളയിലായാലും ഇല്ലെങ്കിൽ ഈ ഹൂതി വിമതരുടെ ആയാലും ഒക്കെ ആ കേസിലൊന്നും കോംപ്രമൈസ് ചർച്ചയില്ല. അതിന് കാരണം വെച്ചാൽ ആ സംഘടനയ്ക്ക് ഒരു ഏകീകൃത രൂപമല്ല ഉള്ളത്. അത് ആ ഒരു സംഘടനയാണെങ്കിൽ പോലും ആ സംഘടന പല സ്ഥലങ്ങളിൽ പല പല ഹെഡുകളുടെ കീഴിലാണ്. ഇതാണ് നമ്മൾ യമനിലൊക്കെ നമ്മുടെ ഈ നഴ്സുമാരടക്കമുള്ളവരെ നാട്ടിലേക്ക് എത്തിക്കാൻ നമുക്ക് അനുഭവിക്കേണ്ട ഒരു ദുരിതം ഇതുകൊണ്ടാണ്. കാരണം അവിടെ ഒരു ഏകീകൃത ഒരാളോടല്ല സംസാരിക്കുന്നത്.
ഇവര് ഈ ഓരോ പ്രവിശ്യകളിലൂടെ കടന്നു വരുമ്പോൾ ആ ഒരു പ്രവിശ്യയിലുള്ള ഈ ഭീകര ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ അവിടുത്തെ ഗ്രൂപ്പുകൾ ഉം. അവരുമായുള്ള ചർച്ചകൾ അവർക്കുള്ള ഇടപാടുകൾ ഇതെല്ലാം കഴിഞ്ഞാ വരുന്നത്. അന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഹിസ്ബുള്ളയുടെ അവർക്കൊരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സംഭവമല്ല. അതിലെ ഒരു ഉം. വിഭാഗം അവിടെ നിന്ന് ആക്രമണം നടത്തുന്നു. ഇനിയിപ്പം അതിന്റെ ഒരു ലീഡർ പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഇത് പെട്ടെന്ന് നിർത്തുന്ന ഒരു സാധനമല്ല, അടുത്ത വിഭാഗം അപ്പൊ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് ഈ ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ആക്രമണം ഇപ്പൊ ഒരു തിരിച്ചടി അടിയുമൊക്കെ നടന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒന്ന് ഈ ഹിസ്ബുള്ളയെ പൂർണ്ണമായിട്ടും തകർക്കുക എന്നുള്ളതാണ്. രണ്ട് രാജ്യങ്ങൾ ഉം. തമ്മിലുള്ളതാകുമ്പോൾ അതിനൊരു കോംപ്രമൈസിന് ഒരുപാട് തലങ്ങളുണ്ട്. ചർച്ചകൾ ഉം. നടത്താനായാലും ഇടപെടലിനായാലും ഇല്ലെങ്കിൽ അതിന്റെ ആക്രമണ രീതിക്ക് തന്നെ കുറെ നിയമങ്ങളുണ്ട്. ഉം. അതായത് ഈ ഒരു അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ തന്നെ പാലിച്ച് തന്നെയാണ് എല്ലാ രാജ്യങ്ങളും ഏറ്റുമുട്ടുന്നത്. അതുകൊണ്ടാണല്ലോ ഈ ഉം. അണുവായുധമുള്ള രാജ്യങ്ങൾ പോലും അത് പ്രയോഗിക്കാത്തതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ഈ പിന്നെ ജനങ്ങൾ സഞ്ചരിക്കുന്ന ഷിപ്പുകളായാലും വാഹനങ്ങളായാലും ഒന്നും ആക്രമിക്കാറില്ല. ഉം. അതുപോലെ തന്നെ ഇതിന്റെ ഇടയ്ക്ക് ഷോർട്ട് ബ്രേക്കുകൾ ഈ അടിക്കും ഇടിക്കും ഒക്കെ കൊടുക്കാറുണ്ട്. ഉം. നമ്മൾ കണ്ടതാണ് ഉക്രൈനിലൊക്കെ നമ്മുടെ ഉം. കുട്ടികൾക്ക് പോകാൻ വേണ്ടി റഷ്യൻ സൈന്യം അവരുടെ ഈ ബോംബിങ് നിർത്തിവെച്ചു. ഉക്രൈൻ അതെ അതെ അതെ. സൈന്യം അത്രയും ഭാഗത്തെ സ്പേസ് ഇതൊക്കെ ഇതിനകത്ത് നിയമമുള്ളതാണ്. പക്ഷേ ഈ ഹമാസും ഹിസ്ബുള്ള എന്നൊക്കെ പറഞ്ഞ നിയമമൊന്നും ഇല്ലല്ലോ. അതിനകത്ത് ആരുമായിട്ട് നിയമം വെക്കാൻ? ഇവർ ആരുമായിട്ട് കരാർ വെച്ചിരിക്കുന്നത്? ഇവർക്ക് ഇന്റർനാഷണൽ നിയമങ്ങളുണ്ട്. ഉം. അപ്പൊ അവരുദ്ദേശിക്കുന്നത് ആ ഒരു സംഘടനകളെ അടിച്ചൊതുക്കുക. ഇപ്പൊ ഇന്ത്യ ചെയ്യുന്നത് അത് തന്നെയാണ്. കാരണം അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുന്നില്ല, അതിർത്തി അകത്ത് നുഴഞ്ഞ് അത് ഭീകരരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഉം. നമുക്കിപ്പോ പാകിസ്ഥാനെ കയറി അടിക്കുക എന്നുള്ളത് അതിന്റെ ഒരു ആവശ്യകത ഇല്ല അവിടെ ശരിക്കും. കാരണം ഈ ഭീകര ഗ്രൂപ്പുകളാണ് പ്രശ്നം. ഇനി പാകിസ്ഥാനെ അടിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ പാകിസ്ഥാന്റെ കൺട്രോളിലൊന്നും നിൽക്കുന്ന ടീമുകളല്ല ഇപ്പോഴുള്ള ഈ ഭീകര ഗ്രൂപ്പുകൾ. അങ്ങനെയും ഉം. കൂടത്തെ ചില കാര്യങ്ങളുണ്ട്. അതും ഇതിനകത്ത് ഒരു രസകരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോ ഈ രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഒരു യുദ്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പൊ തന്നെ പാകിസ്ഥാനെ വേണമെങ്കിൽ നമുക്ക് എപ്പോ വേണമെങ്കിലും നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മൾ എന്താണ് ഉം. അന്താരാഷ്ട്ര നിയമങ്ങൾ മാനിക്കുന്നുണ്ട്. അവരുമായിട്ട് നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ നയതന്ത്ര തലത്തിലാണെങ്കിലും അങ്ങനെ നീങ്ങുന്നുണ്ട്. ഉം. പക്ഷെ ഈ ഭീകര ഗ്രൂപ്പുകൾ അങ്ങനല്ല. അവര് ആയുധമെടുത്ത് കൊല്ലുക എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. ഉം. പക്ഷെ മറ്റ് രാജ്യങ്ങൾ പോലെ അല്ലെ സംഘടനകൾ. അതുകൊണ്ട് സംഘടനകളെ ഒതുക്കാനുള്ള നീക്കമാണ് ഇപ്പൊ നിലവിൽ ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് അമേരിക്ക പറയുന്നത്, അമേരിക്കൻ സൈനിക ആസ്ഥാനമായ പെന്റഗൺ പറയുന്നത് പശ്ചിമേഷ്യൻ മേഖലകളിൽ അവർ കൂടുതൽ ടാങ്കറുകളും യുദ്ധക്കപ്പലുകളും വിന്യസിക്കുമെന്നാണ്. അതിന്റെ പിന്നിലെ ഒരു രാഷ്ട്രീയം എന്തായിരിക്കും? നിലവിൽ ഈ പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ വലിയ സൈനിക സന്നാഹം എത്രയോ വർഷങ്ങളായിട്ടുണ്ട്. കുവൈറ്റ് ഉം. ഇറാഖ് യുദ്ധകാലം മുതലേ ഉണ്ട്. പിന്നെ അവർക്ക് ഉം. ഇനിയിപ്പോ എക്സ്ട്രാ ആയിട്ട് ഉം. അവിടെ ഒന്നും കൊണ്ട് കാര്യമില്ല. സൗദിയിലായാലും ഒക്കെ ഉം. അവരുടെ ക്യാമ്പുകളും ബേസ് ക്യാമ്പുകളൊക്കെ ഉണ്ട്. ഇറാഖിലുണ്ടല്ലോ അവർക്ക്, ഇറാഖിലടക്കം ഉണ്ട് ഉം. അവർക്ക്. അപ്പൊ പിന്നെ അവിടെ ഇനി അതെ അതെ. പ്രത്യേകിച്ച് എന്തിനാണ് അവർ കൂടുതൽ ടാങ്ക് കൊണ്ടുവന്നിരുന്നതെന്ന് എനിക്കറിയില്ല. ഉം. അത് പക്ഷേ അവർ ഉം. കുറച്ചുകൂടെ അതിപ്പോ ഈ ഇന്റർനാഷണൽ തലത്തില് ഞാൻ പറഞ്ഞില്ലേ അമേരിക്കക്ക് എപ്പോഴും മുമ്പ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ അമേരിക്കക്ക് എപ്പോഴും ഈ ലോക പോലീസിന്റെ ഒരു പദവിയുണ്ട്. പിന്നെ ഇപ്പൊ ഈ ഇസ്രായേലിനെ ഉം. സംരക്ഷിക്കുക അവരുടെ ഒരു ഡ്യൂട്ടിയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഉം. അവര് കപ്പൽ പട അവരുടെ നീങ്ങുന്നുണ്ട്. ഓൾറെഡി അവിടെയുള്ള ചെങ്കടലിൽ കൂടെ മെഡിറ്ററേനിയനിലേക്ക് നീങ്ങുകയാണ്. ചെങ്കടലിൽ നിന്ന് അങ്ങോട്ട് വിട്ടിരിക്കുന്ന കപ്പൽ അങ്ങോട്ട് മൂവ് ചെയ്യുന്നു. അതെല്ലാ ഈ കാലത്തും അവർ അമേരിക്കയുടെ അങ്ങനെ ചില പച്ചയിലാണോ ചേട്ടാ മൂവ്മെന്റ് നടത്തുന്നു. ഇസ്രയേല് നിൽക്കുന്നത്? യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പച്ചയിലാണോ ഇസ്രായേൽ നിൽക്കുന്നത്? പച്ചയെന്നല്ല ഇത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ ഈ ഇസ്രയേല് അവിടെ ബഹളം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രാജ്യം അമേരിക്കയാണ്. കാരണം അമേരിക്കയ്ക്കാണ് അവരുടെ ചരക്കുകൾ വിറ്റഴിക്കുന്നത് കൂടുതൽ ഈ പശ്ചിമേഷ്യയിലാണ്. അപ്പൊ അവിടെ ഒരു വാർ ഉം. ഉണ്ടാകുന്ന അവർ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇസ്രയേലിനെ സംബന്ധിച്ച് അവർക്ക് നഷ്ടപ്പെടാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. കാരണം ആ രാജ്യം പിറവി കൊണ്ടത് മുതൽ ഇപ്പോഴും വരെ ഈ യുദ്ധത്തിലൂടെ തന്നെ മുമ്പോട്ട് പോകുന്ന ഒരു രാജ്യമാണ്. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ച് അതല്ല, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പശ്ചിമേഷ്യ വിറ്റഴിക്കുന്ന ഒരു രാജ്യമാണ്. നമുക്കറിയാം ഗൾഫ് കൺട്രീസിലെ എണ്ണയുടെ തന്നെ വലിയ കമ്പനികളെല്ലാം ഈ അമേരിക്കൻ കമ്പനികൾ തന്നെയാണ്. അതെ അതെ. അപ്പോ അങ്ങനെ വരുമ്പോഴത്തേന് അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ അവർക്കിപ്പോ സ്വാഭാവികമായിട്ട് ഇസ്രായേലിനെ ഒതുക്കി നിർത്തേണ്ടതായിട്ടുണ്ട്. അല്ലാതെ ഇപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ അതിനൊക്കെയുള്ള ഒരു ജനതയാണ്. ഒരു പാറ കെട്ടി ആ പാറയിൽ വിത്തിറക്കി മുളപ്പിച്ചെടുത്ത ഒരു അധ്വാനശീലരായി ഇല്ലെങ്കിൽ എപ്പോഴും പോരാടി നിൽക്കുന്ന ഒരു ജനതയാണ്. അവരെ സംബന്ധിച്ച് തിരിച്ചടിക്കുക, അവരെ ആ ഒരു വംശം നിലനിർത്തുക അല്ലെങ്കിൽ അതിനെ സേഫ് ആക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു സാധനമുണ്ട്. എനിക്ക് തോന്നുന്നത് യുദ്ധം ഒന്ന് വലിയ രീതിയിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഉം. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ യുദ്ധം എന്ന് പറയുന്നത് ഇറാഖ് കുവൈറ്റ് യുദ്ധമായിരുന്നു. അതുപോലെ എന്തായാലും ഒരു വലിയ യുദ്ധത്തിലേക്കൊന്നും നീങ്ങില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇന്നിപ്പോ രാവിലെ ഇന്ത്യയുടെ ഓഹരി വിപണി ഇടിഞ്ഞു എന്നുള്ളൊരു വലിയ വാർത്തയാണ് വരുന്നത്. ഇന്നലെ നമ്മൾ ഉം. കണ്ടത് ഇന്റർനാഷണൽ മാർക്കറ്റ് ഇടിഞ്ഞു എന്നുള്ള വാർത്ത. ഇത് ഇപ്പൊ ഉം. തന്നെ നമ്മുടെ ലോകത്ത് ഒരു വലിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഉം. ഐക്യരാഷ്ട്രസഭയൊക്കെ പറയുന്നത് നമ്മളിനി ഒരു 2024 അവസാനമാകുമ്പോഴത്തേക്കും ലോകം ഒരു വലിയ ഭക്ഷ്യക്ഷാമത്തിന് നേരിടാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ്. ഇപ്പൊ ഉം. തന്നെ നമുക്കറിയാം പാകിസ്ഥാനിലടക്കം ഗോതമ്പ് പോലും കിട്ടാത്തൊരു സാഹചര്യമാണ്, അഫ്ഗാനിസ്ഥാനിലടക്കം. അങ്ങനെ ലോകം ഒരു ഭക്ഷ്യക്ഷാമത്തിലേക്ക് പോവുകയും സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ ഉം. ഈ രാജ്യങ്ങൾക്ക് എത്ര നാൾ ഈ യുദ്ധം ചെയ്ത് നിൽക്കാൻ പറ്റും?
അതുകൊണ്ട് അങ്ങനെ ഒരു വലിയൊരു യുദ്ധത്തിലേക്ക് പോകുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. ഒരു ഇന്ത്യയും പഴയ പോലെ എന്തായാലും ഭക്ഷ്യക്ഷാമത്തിലേക്ക് ഇറാഖ് പോകുമോ? ഇന്ത്യ ഭക്ഷ്യക്ഷാമം വരുമ്പോ എല്ലാവർക്കും ടോട്ടലി വരുന്നൊരു സാധനം. പക്ഷെ ഇന്ത്യയുടെ കയ്യിൽ അത്യാവശ്യം പിടിച്ചു പക്ഷെ ഈ ഇടയ്ക്ക് നിൽക്കാനുള്ളതാണ്. പക്ഷെ അതെ മന്ത്രി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുള്ളത് നമ്മുടെ FCA ഗോഡൌണിൽ ആവശ്യത്തിന് ഭക്ഷ്യ ധാന്യങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിൽ പ്രസ്താവന വന്നിട്ടുണ്ട്. നമുക്ക് ഭക്ഷ്യധാന്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അതൊരു ലോങ് ടൈമിലേക്ക് ഉം. ഭക്ഷ്യക്ഷാമം നിലനിന്ന് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല നമ്മൾ പലർക്കും സർവ് ചെയ്യേണ്ടതായിട്ടുമുണ്ട്. കാരണം അതൊരു നിയമമാണ്. നമ്മുടെ കയ്യിൽ നമ്മൾ ഉം. മറ്റുള്ളവർക്കും കൂടെ അത് കൊടുക്കണം. മറ്റുള്ളവർ അതെ നമുക്കും അതെ. തരാറുണ്ട്. അപ്പം ഈ കോവിഡ് വാക്സിന്റെ ഒക്കെ സമയത്ത് നമ്മളത് കണ്ടതാണ്. അപ്പം ഞാൻ ഉം. പറഞ്ഞില്ലേ, എല്ലായിടത്തും ഒരുമിച്ച് ക്ഷാമം വന്നാല് അത് നമ്മളെയും ഭയങ്കരമായി ബാധിക്കുന്ന ഒരു കേസാണ്. കാരണം നമുക്കും ഉം. അധിക നാള് പിടിച്ചു നിൽക്കാനുള്ള, അപ്പൊ അങ്ങനെ വരാൻ പോകുന്ന ഒരു കാലഘട്ടം, പിന്നെ സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഒരു കാലഘട്ടം, കച്ചവടം പോലും നടക്കുന്നില്ല. അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഇന്റർനാഷണൽ മാർക്കറ്റൊന്നും പോകണ്ട. നമ്മുടെ ചുറ്റുപാടുമുള്ള മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് സാമ്പത്തിക മാന്ദ്യം അറിയാൻ പറ്റും. അവിടെ ട്രേഡിങ്സ് ഉം. നടക്കുന്നില്ല എന്നുള്ള. പിന്നെ ഇപ്പൊ യുദ്ധം ഉം. കൂടെ വന്നു കഴിയുമ്പോൾ ആ യുദ്ധത്തിന്റെ ഒരു ഭീഷണി ഉള്ളത് കൊണ്ടാണ് ഇത് ഈ ഓഹരി വിപണി ഇടിഞ്ഞതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഉം. ഇന്നും ഉം. ഇന്നലെയൊക്കെ ആയിട്ട് അത് ഒരു വലിയ തരത്തിൽ ബാധിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇറാൻ ആണെങ്കിലും ഇസ്രായേലിനാണെങ്കിലും ഒക്കെ അവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇറാനെ സംബന്ധിച്ച് പറയണമെങ്കിൽ അവരിപ്പം കുറെ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഒരുപാട് കൺസ്ട്രക്ഷൻസും അല്ലെങ്കിൽ ഒരു കുറച്ച് ഡെവലപ്മെന്റ്സിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ഞാൻ പറഞ്ഞില്ലേ, ഉം. ഈ യുദ്ധത്തിൽ മുടക്കുന്ന അല്ലെങ്കിൽ ചെലവാകുന്ന ഓരോ വെടിയുണ്ടയ്ക്കും ഒരു തുകയുണ്ട്. അതെ. ഓരോ ഗണ്ണിനും ഒരു തുകയുണ്ട്. അത് ഉപയോഗിക്കുന്ന മനുഷ്യനൊരു തുകയുണ്ട്. അപ്പൊ ഒരു യുദ്ധം ഒരു ദിവസം കൊണ്ട് നടക്കണമെങ്കിൽ എത്ര കോടി രൂപ ഒരു രാജ്യം ചെലവഴിക്കേണ്ടി വരും? എണ്ണ ഒഴിക്കാതെ ടാങ്ക് നീങ്ങില്ല. വെടിയുണ്ടയില്ലാതെ വെടിവെക്കാനും പറ്റില്ല. ഇതിനെല്ലാം നമുക്ക് ഉം. ഏഹ്, പിന്നെ വലിയ പണം ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് അത് വലിയ രീതിയിലേക്ക് പോകും എന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ ഇറാൻ എന്തായാലും തിരിച്ചടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ജനതയ്ക്ക് ഒരു ധൈര്യം അവർക്ക് കൊടുത്തേ പറ്റൂ. അവരൊരു ശക്തമാണ് പശ്ചിമേഷ്യയിൽ. ഗൾഫ് ഉം. രാഷ്ട്രങ്ങൾക്കിടയിലായാലും മുസ്ലിം, അപ്പൊ അതിന്റെ ഒന്ന് കാണിക്കാനായിട്ട് അവരത് ഇറങ്ങി പുറപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് ഈ പിന്തുണ കൊടുക്കുന്നതും ഈ അമേരിക്ക പോലും ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല ശരിക്കും. ഉം. കാരണം അവരെ സംബന്ധിച്ച് ഒരു യുദ്ധത്തിനൊന്നും പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല അവർ ശരിക്കും. ഇവര് കാരണം ഇത് രണ്ടുപേരും വലിയൊരു ആണവ സാമ്പത്തിക ബാധ്യത വരും. ശക്തികളാണ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ലോകരാജ്യങ്ങളെ അല്ല, ഞാൻ ഭയപ്പെടുത്തുന്നത്. ആ രീതിയിലേക്ക് വരുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ വരികയായിരുന്നുണ്ടെങ്കിൽ അത് ഈ റഷ്യ ഉക്രൈൻ വാറിൽ സംഭവിച്ചാണ്. കാരണം ഉം. ഉക്രൈനിൽ അനവധി ഈ ആണവ നിലയങ്ങളുണ്ട്. പുട്ടിന്റെ ഒരു സ്വഭാവം അനുസരിച്ചാണ് പുട്ടിൻ പണ്ടേക്ക് തകർത്ത് കളയേണ്ടതാണ്. കാരണം അല്ല, രണ്ടു ആണവായുധം മൂന്നെണ്ണമൊക്കെ ആണവ ഉപയോഗിക്കരുത്. നിലയം തകർത്തു എന്നുള്ള റിപ്പോർട്ടുകൾ അങ്ങനല്ല. വന്നിട്ടുണ്ട്. അത് ആ റിപ്പോർട്ട് ശരിക്കും അത് അല്ലായിരുന്നു. അവിടെ ഈ റിഗുകളുണ്ട്, എണ്ണയുടെ മറ്റൊക്കെ റിഗുകളുണ്ട്, ഉം. ഗ്യാസിന്റെ ഒക്കെ. അതിന് തീയിടുകയായിരുന്നു ചെയ്തത്. അപ്പൊ അത് ഉം. ഇതിനടുത്താ സ്ഥിതി ചെയ്യുന്നത്. അതായത് ഈ ആണവ കേന്ദ്രത്തിനടുത്ത്. റഷ്യ അതൊരിക്കലും ഉം. ചെയ്യില്ല. കാരണം അത് റഷ്യയെ എഫക്ട് ചെയ്യും. ഉം. ഈ ഉക്രൈനിലെ ആണവ നിലയം ഒരു ചോർച്ച ഉണ്ടായാലും ഇല്ലെങ്കിൽ തകർന്നു വന്നാൽ അത് റഷ്യയിലെ ജനത്തിന്, അല്ലാതെ റഷ്യയിലെ ജനത്തിന് അങ്ങോട്ടേക്ക് കാറ്റടിക്കാതിരിക്കുന്നില്ല, ഇല്ലെങ്കിൽ ജലം ഉം. ഒഴുകാതിരിക്കുന്നില്ല, ഇതൊന്നും ചെയ്യാതിരിക്കുന്നില്ലല്ലോ. ഇപ്പൊ നമ്മൾ ഉം. പാകിസ്ഥാനിലെ ഒരു ആണവ നിലയം നമ്മൾ തകർത്താൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ഈ അതിർത്തി പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള എന്താണ് സംസ്ഥാനങ്ങളടക്കം അതെ അതെ. ജനങ്ങൾക്കറിയാം, എല്ലാവർക്കും വരുന്ന ഒരു ദുരിതമാണ്. കാരണം ഈ ഉം. കാറ്റിനെ ഒന്നും നിയന്ത്രിക്കാനുള്ള സംവിധാനം ലോകത്തെങ്ങും ഇല്ല. കാരണം ഉം. ഇതിന്റെ ഒരു വാതക ചോർച്ച വന്നു കഴിഞ്ഞാൽ സംവിധാനം, ഉം. ഇത് അങ്ങനെ ഉള്ള ഒരു രീതിയാണ്. അപ്പം അതൊന്നും അവർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള സാധ്യതകൾ ഉം. കുറവാണ്. കാരണം അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ ഇസ്രായേലിന് പണ്ടേക്ക് അതൊക്കെ തകർക്കാമായിരുന്നു. അവർ തകർത്തില്ലല്ലോ. ഉം. അതിനുവേണ്ടി മുൻകൈ എടുത്ത ശാസ്ത്രജ്ഞന്മാരെ അല്ല, പക്ഷേ കൊന്നിട്ടുണ്ട് ഇസ്രായേൽ. പക്ഷെ ഇറാന് 1979 മുതൽ വലിയൊരു ആണവ ശക്തിയായി വളർന്നു വരുന്നത് ഇസ്രായേലിന് വലിയൊരു ഭീഷണിയാണെന്ന് കരുതി നിരന്തരം അവർ ഈ ആണവോർജം ഇറാൻ ഉൽപ്പാദിപ്പിക്കാനായിട്ട് അത് അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഈ സയന്റിസ്റ്റുകൾ അതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരെയൊക്കെ കൊന്നു കളയുക. ഇപ്പോഴും അതേപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തില് ഇറാൻ ഒരു ആണവോർജ ശക്തിയായിട്ട് വളർന്നു വരുന്നത് ഇസ്രായേൽ ഭയപ്പെടുന്നത് കൊണ്ടാണോ അങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇസ്രായേലിന് ഒരു തിരിച്ചടി ഇറാന്റെ ഭാഗത്ത് നിന്ന് കിട്ടുമോ എന്നുള്ളത് കൊണ്ടാണ്? ഈ ആണവോർജ്ജം എന്ന് പറയുന്നത് ആണവായുധം മാത്രം ഉണ്ടാക്കാനുള്ളതല്ല. കാരണം ഇതൊരു വലിയ ബിസിനസ്സാണ്. അതാദ്യം നമ്മൾ അതെ മനസ്സിലാക്കണം. അതെ. ആ. ആണവ ശക്തി ആകുക അവര്. നമ്മുടെ രാജ്യത്ത് ഉം. ഒരുപാട് ആണവ നിലയങ്ങളുണ്ട്. അത് നമ്മൾ യുദ്ധം ഉം. ഉണ്ടാക്കാനും ബോംബ് ഉണ്ടാക്കാനും അല്ല. നമ്മുടെ വൈദ്യുതി ഉം. ഉൾപ്പെടെയുള്ള അതെ ഊർജ്ജമാണ് അതെ. ആ സാധനം. അപ്പൊ ഉം. അതൊരു ഡെവലപ്മെന്റ്സിന്റെ ഏറ്റവും വലിയ കരുത്താണ്. അപ്പൊ ആ ഡെവലപ്മെന്റ്സ് ഉം. ഇല്ലാതാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പലരുടെ ഒരു തെറ്റായ ധാരണ അതെ. ആണവ നിലയം എന്ന് ഉം. കേൾക്കുമ്പോൾ ബോംബ് ഉണ്ടാക്കാനാണെന്നും ആണവ ശക്തി ബോംബ് എന്ന് ഉണ്ടാക്കാൻ. കേൾക്കുമ്പോൾ ബോംബിന്റെ പവർ ആണെന്നും. പക്ഷെ അതല്ല. ഒരു ഉം. രാജ്യത്തിന്റെ സ്രോതസ്, ഊർജ്ജത്തിന്റെ ഒരു ബേസ് ഒന്ന് ആണവമാണ്, ഒന്ന് ഉം. ആണ്, ഒന്ന് ഇപ്പൊ സോളാർ ഉം. ആണ്. അതെല്ലാം ഉണ്ട്. അപ്പൊ അതെ അതെ. അവര് ഒരു ഡെവലപ്മെന്റ്സ് ആയിട്ട് വരുന്നതിനകത്തുള്ള ഒരു പ്രശ്നം ഉണ്ട്. അല്ലാതെ അതുകൊണ്ട് തന്നെയാണ് പല രാജ്യങ്ങളും ഈ ആണവ ആയുധം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് പല രാജ്യങ്ങൾക്ക് ഉപരോധമൊക്കെ ഏർപ്പെടുത്തുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം അതാണ്.
അല്ലാതെ അവരിപ്പോ അണുവായുധം ഉണ്ടാക്കി ബോംബിടുമെന്ന് പേടിച്ചിട്ടല്ല. കാരണം അവന്മാര് ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ തങ്ങളുടെ കച്ചവടം നടക്കത്തില്ല എന്ന് മനസ്സിലാകുമ്പോഴാണ് അവർക്ക് ഇതിനകത്ത് ഇത് വരുന്നത്. കാരണം എല്ലാവരും അങ്ങനെയാണല്ലോ, കച്ചവടം നോക്കി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ അത് ഒരിക്കലും അങ്ങനൊന്നും സംഭവിക്കാനുള്ള യാതൊരു സാധ്യതയില്ല. കാരണം അത് ദൂരവ്യാപകമായി ഒരുപാട് പ്രത്യാഘാതങ്ങൾ വരും. ഇസ്രായേലിനും ഇല്ലെങ്കിൽ ഇറാനും ഒന്നും അത് അറ്റ കൈക്ക് ചെയ്യാൻ പറ്റില്ല. സ്വന്തം ജനത്തിനെ തന്നെയാണ് അവർ കുരുതി കൊടുക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ. അങ്ങനെ ഒരു ഭരണാധികാരിയും ചെയ്യില്ല. ഞാൻ പറഞ്ഞില്ലേ, ലോകത്ത് ഭ്രാന്തന്മാരായ എത്രയോ ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. അവരാരെങ്കിലും ചെയ്തോ? അത് സദാം ഹുസൈൻ ചെയ്തോ? ഇല്ലെങ്കിൽ എന്താ, അദ്ദേഹം ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു ലീഡർ അല്ലായിരുന്നു. പുട്ടിൻ ഒരു സ്ട്രോങ് ലീഡർ അല്ല, അദ്ദേഹം ചെയ്തില്ല. അങ്ങനൊന്നും ആരും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഒരു ഭരണാധികാരി എത്ര സ്ട്രോങ് ആണെങ്കിലും അദ്ദേഹത്തിന് ജനങ്ങളോട് ഒരു പ്രതിബദ്ധത ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഈ ലോകത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടതുണ്ട്. അതായത് എന്താ പറയുന്നത്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് തന്നെയാണ് പോകുന്നത്. അല്ലാതെ ഇപ്പൊ ഒരു യുദ്ധം ഉണ്ടാകുമ്പോഴും നമ്മൾ ഇന്റർനാഷണൽ ലോസ് മാനിച്ച് തന്നെയാണ് എല്ലാ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്നത്. അതല്ലാതെ നമ്മളെ ഈ റോഡിലൊക്കെ കാണുന്നതൊക്കെ രണ്ടുപേര് നിന്നിട്ട് ഭയങ്കരമായി തമ്മിത്തല്ലുകയും ഒന്നുമല്ല. എല്ലാത്തിനും ഒരു പൊളിറ്റിക്സ് ഉണ്ട്, ഇതിനകത്തും അങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. കാരണം ഇനിയിപ്പോ നമ്മൾ ചിലപ്പോൾ ഡിസ്കഷൻ നടത്തുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ എന്താണ് സംഭവിച്ചത്, കാരണം എപ്പോഴും അനുദിനം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്നത്. അപ്പൊ പിന്നെ നമ്മൾ ഈ ചർച്ച തന്നെ എയർ ചെയ്യും. അനുദിനം മാറി പറയുന്നെങ്കിലും ഓരോ നേരവും യുദ്ധത്തിന്റെ ഭീതി കൂടിക്കൂടി വരികയാണ് എന്നുള്ളതല്ലാതെ അത് കുറഞ്ഞു വരുന്നില്ല എന്നുള്ളതാണ് ഈ ന്യൂസിന്റെ ഏറ്റവും വലിയൊരു വിഷമകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഈ ന്യൂസ് എടുക്കുമ്പോൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് യുദ്ധഭീതി ഒഴിയും എന്നുള്ള രീതിയിലാണ്. പക്ഷെ അവിടെ നിന്നും ആൾക്കാരെ ഒഴിപ്പിക്കാൻ പറയുന്ന ഒരു സാഹചര്യം വരെ ഇപ്പോഴുണ്ടായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞു, UK പറഞ്ഞു കഴിഞ്ഞു, ബ്രിട്ടൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വലിയ രീതിയിൽ യുദ്ധം ഉണ്ടാകും എന്നാണ് ഇപ്പോ വിശേഷം പറയുന്നത്. പെന്റഗൺ അവിടെ പശ്ചിമ മേഖലയിൽ കൂടുതൽ യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും വിന്യസിക്കാനുള്ള പരിപാടി നടത്തുന്നു. ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് വരും ദിനങ്ങളിൽ കാത്തിരുന്ന് കാണാം. താങ്ക് യു ബിഷപ്പ്. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.